ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മൂസ് സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന 32 പീസുള്ള കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരേ ഷെയ്ഡിൽ ഡിഫറെൻറ്റ് കളർ ചേഞ്ചിൽ 4 സെറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഒരെണ്ണത്തിൽ 8 പീസ് വെച്ചിട്ട് ടോട്ടൽ 4 കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. തുടക്കത്തിൽ കാണുമ്പോൾ എല്ലാതും ഒരേപോലെയാണ് കേട്ടോ തോന്നിക്കുക. കാരണം ഞാൻ ഇതിൽ ഒരു വലിയൊരു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഈ പറയുന്ന പോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടപ്പോൾ 2 കളറ് നമുക്ക് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷെ ബാക്കി 2 കളറും സെയിം ഒരേപോലെയായിരുന്നു കേട്ടോ. ജസ്റ്റ് മിസ്സിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയത്. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞാൻ അതിന് മുമ്പൊന്നും ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഇത് കെട്ടഴിക്കുന്നതും നിങ്ങളെ കാണിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്കും ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്നും ഇല്ലെങ്കിൽ ഏതൊക്കെ കളറാണ് എന്തൊക്കെയാണ് മോഡൽ എന്നൊക്കെ നമുക്ക് ഈ ഒരു കെട്ട് അഴിക്കുമ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് കേട്ടോ കാണുന്നതും. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ വന്നിരിക്കുന്ന ക്രോസ് പീസുകളാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു ഗ്രീൻ കളറും അതുപോലെ ഒരു വയലറ്റ് കളറും ഉണ്ട് കേട്ടോ. അത് രണ്ടും നമുക്ക് എടുത്തറിയുന്നുണ്ട്, വേറെ വേറെ കളറാണെന്നുള്ളത് എടുത്തറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ വേറെ 2 കളറുകൾ സത്യത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രണ്ടും ഒരുപോലെയാണെന്ന് തന്നെയാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രോസ് പീസുകളൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് ഗ്രീൻ കളറും വയലറ്റ് കളറും വേറെ വേറെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാക്കി 2 കളറുകളും ഒരുമിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്രോസ് പീസിൽ നിന്ന് നമുക്ക് വേണ്ട എത്ര വീതിയിലും നീളത്തിലുള്ള ക്രോസ് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നും തന്നിട്ടില്ല. നമുക്ക് ഇത് ജോയിൻ ചെയ്തെടുത്തിട്ട് കറക്റ്റ് ബാക്ക് നെക്കിന് വെക്കാനുള്ള 1 ഇഞ്ചിലോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിലോ നമുക്ക് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ വയലറ്റും ഗ്രീനും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 2 കളേഴ്സും ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ വരുന്നത് 4 നൂലുകളാണ്. അതിൽ 2 എണ്ണം സെപ്പറേറ്റ് വേറെ വേറെ കളറുകളും ബാക്കി 2 എണ്ണം ഒരേ കളറിലുമാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 നൂലുകൾ വന്നിട്ടുണ്ട്. ഒരു പീസിൽ 8 എണ്ണമാണ് കേട്ടോ ഉള്ളത്. അതായത് 4 ഡിഫറെൻറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു സെറ്റിൽ 8 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ 8ഉം 8ഉം 16ഉം 16ഉം 32 പീസുകളാണ് കേട്ടോ അതിൽ ടോട്ടൽ ഉള്ളത്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നെക്കിൻ്റെ പണി മുഴുവനും കഴിച്ച് പിന്നെ സ്ലീവിൻ്റെ പണികൾ മുഴുവനും കഴിച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിക്ക് ഈ ഒരു ടോപ്പുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഈ പറഞ്ഞതുപോലെ 4 ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ ഓരോ സെറ്റിനും അനുസരിച്ച് നൂലുകൾ ഇട്ടിട്ട് ഓരോ സെറ്റുകളായിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതായത് 4 ബോബിൻ കേസ് എടുത്തിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള നൂലുകൾ 4 കളറിൽ ചുറ്റി വെക്കുക ആദ്യം തന്നെ. എന്നിട്ട് അതിന് സെറ്റായിട്ടുള്ള ടോപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് നൂലുകൾ മാത്രം മാറ്റിയാൽ മതി കേട്ടോ. അതായത് ആദ്യം ഒരു ബ്ലൂ കളറാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നൂലിട്ടിട്ട് നമ്മൾ ആ 8 പീസും ബ്ലൂ കളർ ആദ്യം സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഫുള്ളും സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം അടുത്ത സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എനിക്ക് തിരിച്ചറിവുണ്ടായത്, അതായത് കളറ് ചേഞ്ചിങ് ആയിട്ടുണ്ട് എന്ന് തോന്നിയത് ഈ ഒരു സമയത്താണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം ഒരേ കളറാണെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സമയത്താണ് എനിക്ക് ആ ഫസ്റ്റ് പറഞ്ഞ 2 കളറ് സെപ്പറേറ്റ് വേറെ വേറെ കളറാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. നമുക്ക് മുമ്പ് വലിയൊരു ഫോൾട്ട് പറ്റിയത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ കിട്ടുന്ന ഓരോ ഓർഡേഴ്സും നോക്കിയിട്ടാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത്. കാരണം ചെറിയൊരു തെറ്റ് പറ്റിയാൽ കൂടി നമുക്ക് പിന്നീട് അത് വലിയ പണിയായി മാറും. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അഴിക്കുന്ന ഒരു സംഭവം ഇനി വരരുത് എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ മോഡൽ ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം കോട്ടൺ മെറ്റീരിയലാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. കോട്ടൺ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാത്തിനും ഒരേ ഷെയ്ഡാണ് വരുന്നത്. ചെറിയ കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാതും വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ഡിസൈനാണ് കേട്ടോ എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാതെ ഇരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ടോപ്പിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള പീസുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേറെ ഒന്നും എടുത്ത് പറയാത്തത്. കണ്ടില്ലേ, ഈ ഒരു സമയത്താണ് കേട്ടോ ശരിക്കും എനിക്ക് കളർ ചേഞ്ച് വ്യത്യാസം അതായത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ 4 സെറ്റാക്കി മാറ്റി വെച്ചത് കേട്ടോ. ആ ക്രോസ് പീസ് ഫസ്റ്റിൽ വെക്കുമ്പോഴടക്കം ഞാൻ 3 സെറ്റായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ അതെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ 4 സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലായതെങ്കിൽ ഒരിക്കലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ടെൻഷന് ഇനിയും വിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ 10 പീസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിന് മെറ്റീരിയൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതെൻ്റെ കയ്യിൽ വെച്ചിട്ടിരിക്കുകയാണ്. കാരണം അത് കൊടുത്താലാണ് എനിക്ക് സത്യത്തിൽ ഒരു ആശ്വാസം കിട്ടുള്ളൂ. ആ ഒരു തെറ്റുന്ന ഇപ്പോഴും ഞാൻ റിക്കവർ ആയിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4 സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പുകൾ കൂടി മാറ്റി വയ്ക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം മനസ്സിലായെങ്കിൽ പോലും നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ചിലപ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് ഇതിന് മുൻപ് വലിയൊരു തെറ്റ് പറ്റിയത് കൊണ്ട് അവർ പ്രത്യേകിച്ച് എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റരുത് എന്ന് വിചാരിച്ചിട്ട് അവർ കൂടി കോൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്നെ ഓർപ്പിക്കാറുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പിന്നെയും ഈ ഒരു കാര്യം എടുത്തെടുത്ത് പറയാനായിട്ട് തോന്നണത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പുകളുടെ കാര്യത്തിൽ ഇതാ ഈ പറഞ്ഞതുപോലെ ഞാൻ 4 സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ എല്ലാത്തിനും യോജിച്ച 4 സെറ്റുകളാക്കി വെക്കുകയാണെങ്കിൽ, അതായത് ക്രോസ് പീസുകളും സ്ലീവ്സും ആ നെക്കിൽ വെക്കാനുള്ള പീസുകളൊക്കെ ഇതുപോലെ 4 യോജിച്ച കളർ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നോക്കാനുള്ളത് നെക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ. അതായത് നമുക്ക് മുമ്പ് പറ്റിയതും നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയലിൽ സെയിം ഒരുപോലെ നമുക്ക് ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാം ഒരുപോലെ ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ നെക്കുകളൊക്കെ നോക്കിയിട്ട് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഷോൾഡറിൻ്റെ ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഒരു 10 രൂപയിൽ കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഇത്ര ടെൻഷൻ അടിക്കണോ, ബുദ്ധിമുട്ടണോ, റിസ്ക് ഏറ്റെടുക്കണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം 10 രൂപയെങ്കിൽ 10 രൂപ അത് നമ്മൾ വിശ്വസിച്ചിട്ടാണ് നമുക്ക് ഇതവർ ഓർഡർ തരുന്നത്. അപ്പോൾ നമുക്ക് പറ്റില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പറ്റില്ല എന്ന് പറയുക, അല്ലാതെ കടം തളിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ടൊന്നും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഓർഡർ അവരുടെ നിന്ന് എടുക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മനസ്സിലായെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെയും നമുക്കത് ഡബിൾ പണിയാകും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ നെക്കുകളുടെ ലെങ്ത്ത് നോക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിന്ന് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ആദ്യം ബ്ലൂ കളർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ബ്ലൂ കളർ, അതായത് വയലറ്റ് കളർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത സെറ്റ് എടുക്കുള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, നമുക്ക് ബാക്ക് നെക്കിനേക്കാളും ലെങ്ത്ത് കൂടുതലായിരിക്കും ഫ്രണ്ട് നെക്കിന് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പിൻ്റെ കാര്യത്തിൽ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് കേട്ടോ. പിന്നെ ബാക്ക് പീസിൽ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുക, ഫ്രണ്ട് പീസിൽ ഞാൻ മുമ്പ് കാണിച്ചു തന്ന പീസ് അറ്റാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ അതുപോലെ തന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ എനിക്ക് കണ്ടകശനിയാണ് തോന്നുന്നു കേട്ടോ. ചെയ്യുന്ന മൊത്തം അബദ്ധവും അതുപോലെ എൻ്റെ കാര്യത്തിൽ മാത്രം ഫുള്ളും നെഗറ്റീവ് അടിക്കുകയാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ലേബൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സെറ്റിൽ മാത്രം ലേബൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മോഡൽ ആദ്യം അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബാക്ക് നെക്കിൽ ലേബൽ കാണാതായപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ട് ലേബൽ വെച്ചില്ല എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ലേബൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാതിരുന്നത് കേട്ടോ. പക്ഷേ അവർ പറഞ്ഞു എല്ലാവർക്കും ലേബൽ കിട്ടിയിട്ടുണ്ട്, നിനക്ക് മാത്രമാണ് ലേബൽ കിട്ടാത്തത് എന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. തൊടുന്നത് മൊത്തം അബദ്ധങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അബദ്ധമല്ല, ലേബൽ കിട്ടാത്തത് അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, തരാത്തത് അവൻ്റെ തെറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വയലറ്റ് കളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ബാക്ക് നെക്കൊക്കെ സെറ്റാക്കി എടുത്തു, ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 സെറ്റുകൾ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ലേബൽ കിട്ടിയാലും വെക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വീണ്ടും 2 പണിയാം, കാരണം നെക്കിൻ്റെ പോർഷൻ വീണ്ടും സ്റ്റിച്ച് അഴിച്ചിട്ടൊക്കെ വേണം നമുക്ക് ലേബൽ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.